ജനവാസ മേഖലകളിലും കൃഷിയിടങ്ങളിലും ജനങ്ങളുടെ ജീവനും സ്വത്തിനും കൃഷിക്കും വ്യാപകമായ നാശനഷ്ടമാണ് കാട്ടുപന്നികൾ വരുത്തിവെക്കുന്നത്. കൃഷിയിടങ്ങളിൽ വന്ന് കപ്പ, ചേമ്പ്, വാഴ, നെല്ല്, പച്ചക്കറികൾ തുടങ്ങിയ സകലതും കാട്ടുപന്നികൾ നശിപ്പിക്കുകയാണ്. ഉപദ്രവകാരികളായ കാട്ടുപന്നി ശല്യം മൂലം രാത്രികാലങ്ങളിൽ റബ്ബർ ടാപ്പ് ചെയ്യുന്നതിനും സാധിക്കുന്നില്ല. കാർഷിക വിളകൾ വ്യാപകമായി കാട്ടുപന്നികൾ നശിപ്പിക്കുന്നത് മൂലം കർഷകർ കൃഷിഭൂമി ഉപേക്ഷിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ജനവാസ മേഖലകളിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും കൃഷിക്കും നാശം വരുത്തുന്ന കാട്ടുപന്നികളെ നിയമാനുസൃതമായ മാർഗങ്ങളിലൂടെ കൊന്ന് ഇല്ലായ്മ ചെയ്യുവാൻ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഹോണറ്റി വൈൽഡ് ലൈഫ് വാർഡന് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് 9/2024/F&WLD ഉത്തരവ് പ്രകാരം ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ ജനവാസ മേഖലകളിലും കൃഷിയിടങ്ങളിലും വിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ നിയമാനുസൃതമായി കൊന്ന് ഇല്ലായ്മ ചെയ്യുവാൻ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വാർഡ് തലങ്ങളിൽ നടത്തുന്ന പരിശോധനയുടെ ഭാഗമായി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ലൈസാമ പനക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷിനാശങ്ങൾ, കാട്ടുപന്നിയുടെയൊക്കെ ശല്യം മൂലം ഒത്തിരി കൃഷിനാശങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഇവരുടെ സേവനം ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലേക്ക് കിട്ടുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കർഷകരുടെ കൃഷിക്ക് നാശനഷ്ടങ്ങൾ വരുത്താതെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ സതീശൻ കാർത്തികപ്പള്ളി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശ്രീ KD പ്രവീൺ, വില്യംസ്, ചെറുപുഴ പഞ്ചായത്ത് മെമ്പർ ശ്രീ പ്രിൻസ് വെള്ളക്കട എന്നിവർ പഞ്ചായത്ത് തല പരിപാടികൾക്ക് നേതൃത്വം നൽകി. അത് വിവരം പഞ്ചായത്തിൽ അറിയിക്കുകയും പഞ്ചായത്ത് അതിൻ്റെ നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ഇന്ന് 18ഓളം ഷൂട്ടർമാരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പം ജനങ്ങൾക്ക് വളരെ ആശ്വാസകരമായ ഒരു നടപടിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നതെന്ന് അറിയിക്കുകയാണ്. ഉപേക്ഷിച്ച കർഷകരെ കാർഷിക മേഖലയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനും ഭയം കൂടാതെ കൃഷി സ്ഥലങ്ങളിൽ ഇറങ്ങി നടക്കുവാനുമുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നതാണ് കർഷക രക്ഷാ സേനയുടെ ഉദ്ദേശം.